One minute. Yes, sir. ഏതാണ് ഒരു 1 minute കേട്ടോ. Yes, sir. No problem. ഹലോ ഏതൻ കേക്കാവോ? Yes, sir. ഓക്കെ. എന്റെ ഇത് കാണാമോ? സിലബസ് കാണാമോ? സിലബസ് സ്ക്രീൻ. Yes, sir. ഓക്കെ. ആദ്യം നമ്മള് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്താണെന്നൊരു ഐഡിയ ഉണ്ടോ ഏതന്? ഞാൻ വെറുതെ ചോദിക്കുകയാണ്, വെറുതെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്നുള്ള സബ്ജക്റ്റ് എന്താണ് തെറ്റാണോ ശരിയാണോ ഒന്നും ആലോചിക്കണ്ട, പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. Precise drawing. Drawing with precision. Yeah, drawing ആണ്. Okay, correct ആണ്. Okay, drawing. Okay, then Geometric figures. Yeah, geometric figures. Okay. Then Angles and accurate measurements. Angles and measurements. Yes, angles. Yes, angles. Measurements. Okay. നമ്മൾ ഇത് ഈ സബ്ജക്ട് എന്തിനാ പഠിക്കുന്നത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. ബിക്കോസ് ഇത് ഡ്രോയിങ് ആണ്. ഡ്രോയിങ് എന്തിനാണ് നമ്മൾ പഠിക്കേണ്ട ആവശ്യം എന്താണ്? മോഡൽസിന്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, നമ്മള് എഞ്ചിനീയേഴ്സ് ആണ്. എഞ്ചിനീയേഴ്സ് അവരുടെ ഐഡിയ മറ്റുള്ളവരോട് കൺവേ ചെയ്യുന്നത് എന്തിലൂടെയാണ്? ത്രൂ ഡ്രോയിങ്സ്. മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സിവിൽ എഞ്ചിനീയർ ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അദ്ദേഹം അതിന്റെ എന്ത് വരയ്ക്കും? പ്ലാൻ വരയ്ക്കും. വീടിന്റെ പ്ലാൻ എന്ന് കേട്ടിട്ടില്ലേ? പ്ലാൻ. യെസ്. പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ. വീടിനെ നമ്മള് ഒരു വീടിന്റെ ഇപ്പൊ ഏതിന്റെ വീടിനെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്താണോ കാണുന്നത് അതിനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്. പ്ലാൻ. പിന്നെ എലിവേഷൻ വരയ്ക്കും. എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട് വ്യൂ ആണ്. എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ. നമ്മള് ഏതന്റെ വീടിന്റെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ദാറ്റ് ഈസ് കോൾഡ് എലിവേഷൻ. ഓക്കെ. ഇനി അതല്ല ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ നാസ എന്ന് കേട്ടിട്ടില്ല? നാസ അറിയാമല്ലോ. നാസ എന്ന് പറഞ്ഞാൽ സ്പേസ്. അമേരിക്കയുടെ സ്പേസ് ആണ്. സ്പേസ് അല്ലെ? സ്പേസ് കമ്പനിയാണ്. അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് സ്പേസ് കാര്യങ്ങൾ ചെയ്യുന്ന ഇതാണ് കമ്പനിയാണ് നാസ എന്ന് പറയുന്നത്. അവിടെ ഒരു റോക്കറ്റ്
ഒരു റോക്കറ്റിനകത്തിൽ അറിയാമല്ലോ ഒത്തിരി ഡിഫറെന്റ് കോമ്പണൻസ് ഉണ്ട് അല്ലേ, ശരിയല്ലേ? Yes. അപ്പൊ ഈ ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യണമെങ്കിലും ഒക്കെ എല്ലാം നമുക്ക് എഞ്ചിനീയേഴ്സിന് ഇതിന്റെ എല്ലാം എന്താ ആവശ്യമുണ്ട്? ഇതിന്റെ ഡ്രോയിങ്സ് ആവശ്യമുണ്ട്, ഇതിന്റെ എല്ലാം. ഓക്കെ, അപ്പം Yes. അപ്പൊ ഏതൊരു ഫീൽഡ് ആണെങ്കിലും ഡ്രോയിങ് എന്ന് പറയുന്നത് അതാണ് ഈ പറഞ്ഞേക്കുന്നത്. enable the student effectively perform technical communication through graphical അതാണ് ഈ പറഞ്ഞ ഡ്രോയിങ്. ഏതൻ പറഞ്ഞില്ല ഡ്രോയിങ്, അതെന്ന് പറഞ്ഞാൽ അതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ആസ് പെർ, വെറുതെ വരച്ചാൽ മതിയോ? പറ്റത്തില്ല. എങ്ങനെ വരയ്ക്കണം? ആസ് പെർ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്. ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകം മുഴുവൻ, അതായത് ഇവിടെ നമ്മൾ ഒരു കാര്യം ഡ്രോയിങ്ങിൽ റെപ്രസെന്റ് ചെയ്താൽ അത് വേറൊരു ഈ ലോകത്തിന്റെ വേറൊരു സ്ഥലത്ത് ചെന്നാലും അത് എന്ത് ചെയ്യാൻ പറ്റണം? അത് റീഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അത് ആ ഡ്രോയിങ് എന്ത് ചെയ്യാൻ പറ്റണം? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ റഷ്യയിൽ ചെയ്ത ഒരു ഡ്രോയിങ് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റണം. അതായത് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം, ഗ്ലോബൽ സ്റ്റാൻഡേർഡ്. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ സ്റ്റുഡൻസിനെ പെർഫോം ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആസ് പെർ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Yes, sir. ഓക്കെ, ദെൻ ഈ സബ്ജക്റ്റിന്റെ നമ്മൾ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതില് സബ്ജക്ട് കോഡ് EST 110 എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആണ്. എഞ്ചിനീയറിംഗ് സയൻസ് എന്ന് പറയുന്ന കാറ്റഗറിയാണത്. ഇത് അതിന്റെ ഇയർ ഓഫ് ഇൻട്രൊഡക്ഷൻ, അതാണ് 2019 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇത്. ഓക്കെ, അതിന് മുമ്പ് 2015 സ്കീമായിരുന്നു. ഒരു 3 ക്രെഡിറ്റ് പേപ്പറാണ്. ഓരോ പേപ്പറിനും ക്രെഡിറ്റ് ഉണ്ട്. 3 ക്രെഡിറ്റ് പേപ്പർ ഉണ്ട്, 4 ക്രെഡിറ്റ് പേപ്പർ ഉണ്ട്, എക്സെട്ര. ഓരോ പേപ്പറിന് ഒരു ക്രെഡിറ്റ് ഉണ്ട്. ഇപ്പൊ ഗ്രാഫിക്സിന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 3 ക്രെഡിറ്റ് ആണ്, 3 ക്രെഡിറ്റ് ആണ് പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം, ഔട്ട്കംസ്. ഇപ്പൊ ഞാൻ എയ്തനെ ഈ സബ്ജക്ട് പഠിപ്പിച്ചു കഴിയുമ്പോൾ എയ്തന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഈ 6 കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ ഔട്ട്കം എന്ന് പറയുന്നത്. ഔട്ട്കം, ഈ 6 കാര്യങ്ങൾ. ഒന്ന്, ആദ്യം എന്താണെന്നറിയാം? ആദ്യം പോയിന്റ്സ്, ലൈൻസ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെന്റ് ക്വാഡ്രന്റ്സ്. ഓക്കെ, ഇതാണ് ആദ്യം അറിയേണ്ടത്. അതായത് നമ്മുടെ ക്വാഡ്രന്റ് എന്ന് കേട്ടിട്ടില്ലേ? ക്വാഡ്രന്റ് കേട്ടിട്ടുണ്ടോ? കോളേജ് ചിലപ്പോൾ പറഞ്ഞു കാണുമായിരിക്കും ഇതൊക്കെ അല്ലെ, ക്വാഡ്രന്റ്. ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്പേസ് ആണ്. നമ്മുടെ സ്പേസിനെ നമ്മൾ 4 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4 ഇങ്ങനെ നമ്മൾ 4 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 റീജിയൻസിനെ പറയുന്ന പേരാണ് എന്താണ്? ക്വാഡ്രന്റ്സ്. കറക്റ്റ്. ഈ 4 റീജിയൻസിനെ പറയുന്ന പേരാണ് ക്വാഡ്രന്റ്സ്. ഓക്കെ, അപ്പം ഈ ക്വാഡ്രന്റ്സ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? നമ്മുടെ സ്പേസിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നമുക്ക് 2 പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിനിനെ പറയുന്ന പേരാണ് HP. കേട്ടിട്ടുണ്ടാവുമല്ലോ, ഓർമ്മയുണ്ട്, കോളേജ് ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയും, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ പ്ലെയിനെ പറയുന്ന പേരാണ് VP എന്ന് പറയും, VP, വെർട്ടിക്കൽ പ്ലെയിൻ. ദെൻ ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് XY എന്ന് പറയും. XY ലൈൻ അല്ലെങ്കിൽ റെഫറൻസ് ലൈൻ എന്ന് പറയും. അപ്പൊ ഈ HP-യും VP-യും കൂടെ ചേർന്നിട്ട് നമ്മുടെ സ്പേസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ക്വാഡ്രന്റ്സ് എന്ന് പറയുന്നത്. 4 ക്വാഡ്രന്റ്സ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് ലൈൻസ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെന്റ് ക്വാഡ്രന്റ്സ്. അതായത് ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് ചിലപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ, അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ, തേർഡ് ക്വാഡ്രന്റിൽ, ഫോർത്ത് ക്വാഡ്രന്റിൽ ഇതിലിരിക്കുമ്പോൾ അതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കണം. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്ര ആലോചിച്ചാൽ മതി. ഫ്രണ്ട് വ്യൂ വരയ്ക്കുക,
സിമ്പിൾ ആയിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, ടോപ്പ് വ്യൂ വരയ്ക്കുക. അതിനെയാണ് സിംപിളി, അതിന്റെ ആക്ച്വൽ ഡെഫിനിഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നും അല്ല. പക്ഷെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുവാണ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, ടോപ്പ് വ്യൂ വരയ്ക്കുക. എന്തിന്റെ? ഒരു പോയിന്റ്, ചിലപ്പോൾ ഒരു പോയിന്റ് ആയിരിക്കും തരുന്നത്. എ എന്ന് പറയുന്ന ഒരു പോയിന്റ് പറയും. ചിലപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, അല്ലെങ്കിൽ പറയും ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്, അല്ലെങ്കിൽ പറയും സി എന്ന് പറയുന്ന ഒരു പോയിന്റ് തേർഡ് ക്വാഡ്രന്റിലാണ്, അല്ലെങ്കിൽ പറയും ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഏത് ക്വാഡ്രന്റിൽ. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഡിഫറെന്റ് ക്വാഡ്രന്റ്സ്. ഓക്കെ, ഇന്നിപ്പം ഞാനിപ്പോ ഇന്ന് ഗ്രാഫിക്സിന്റെ ഒരു ഇൻട്രോ ക്ലാസ് മാത്രമാണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ. സബ്ജക്റ്റിന്റെ എപ്പോഴും നമ്മളൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ നമ്മൾ ആ സബ്ജക്ട് എന്തിനാ പഠിക്കുന്നത്, ആ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആസ് എ സ്റ്റുഡന്റ് എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ എടുക്കുന്ന ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഒരു സബ്ജക്റ്റിന്റെ ഒരു ഐഡിയ ഞാൻ സ്റ്റുഡൻസിന് കൊടുക്കും. അതാണ് ഞാനിപ്പോ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. നാളെ തൊട്ടായിരിക്കും ഞാൻ എന്റെ ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് കയറുന്നത് കേട്ടോ. ഓക്കെ, അപ്പം എ ബി സി ഡി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നാല് പോയിന്റ്സ് 4 ക്വാഡ്രന്റിലുണ്ട്. ചിലപ്പോൾ അതായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ പറയും ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അണ്ടർസ്റ്റാൻഡിങ്? ലൈൻ എന്ന് പറഞ്ഞാൽ 2-dimensional ഓക്കെ representation of a dot അല്ല. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻ ഉണ്ടോ? എക്സും വൈയും ഉണ്ടോ? അല്ല, സോറി 1 dimension. യാ റൈറ്റ്, 1 dimension. ഓക്കെ. ദെൻ വേറെ എന്താണ്? ലൈൻ നമുക്ക് ഇങ്ങനെ പറയാം, ലൈൻ ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. പറഞ്ഞൂടെ? യെസ്. ഓക്കെ, സോ ഇപ്പൊ ഈ ലൈൻ എ ബി എന്ന് പറയുന്ന ലൈൻ എന്താണ്? ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി. പറഞ്ഞൂടെ? യെസ്. അപ്പൊ ഇതേ നമ്മളിപ്പോ ഈ പോയിന്റ് പറഞ്ഞതുപോലെ തന്നെ പറയും ഈ ലൈൻ, അതായത് ഒരു ലൈൻ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്, അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റിലാണ്, അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിലാണ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഏത് ക്വാഡ്രന്റിലാണ്. എന്നിട്ട് അതിന്റെ എന്ത് വരയ്ക്കണം? ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ വരയ്ക്കണം. ദാറ്റ് ഈസ് ഔട്ട്കം 1. ഞാൻ ഈ പറഞ്ഞത് ഇത്രയും ക്ലിയർ ആയോ? ഔട്ട്കം 1. യെസ്. ഓക്കെ, ക്ലിയർ. ദെൻ രണ്ടാമത്തെ കാര്യം നോക്കിയേ. പ്രിപ്പയർ. ഇതിന്റെ കയ്യിലുണ്ടോ? ഈ സിലബസ് ഉണ്ടോ കയ്യിൽ? ഉണ്ടെങ്കിൽ എടുത്തോ. ഉണ്ടോ? ഇപ്പൊ കയ്യിലുണ്ടോ? ഫോണിനകത്താ. ഓക്കെ, എന്നാ വേണ്ട. ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ? എന്റെ സ്ക്രീൻ ക്ലിയർ ആയിട്ട് കാണാമല്ലോ അല്ലേ? കുഴപ്പമില്ല, സ്ക്രീൻ ക്ലിയർ ആണ്. ഓക്കെ. രണ്ടാമത്തെ ഔട്ട്കം, പ്രിപ്പയർ മൾട്ടി വ്യൂ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഓഫ് ഒബ്ജക്ട്സ് by visualizing them in different positions. അതായത് രണ്ടാമത്തെ ടോപ്പിക്കിൽ വന്നപ്പോഴത്തേക്ക് ഒബ്ജക്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ്, എയ്തന്റെ ഒരു കാര്യം ചെയ്തു. എയ്തന്റെ മൈക്ക് ഓഫ് ചെയ്തു. അവിടെ ആരോ ഓക്കെ, നോ പ്രോബ്ലം. അതല്ല ഞാൻ പറഞ്ഞ, അവിടെ നല്ല ഒത്തിരി സംസാരം വരുന്നു. എയ്തൻ പുറത്താണെന്ന് തോന്നിയിരിക്കുന്നത്, അതോ റൂമിനകത്തിലാണോ? എയ്തൻ പുറത്താണോ ഇരിക്കുന്നത്? റൂമിലാണോ? റൂമിലാ സർ, വരാന്തയുടെ അടുത്താ. ഓക്കെ, റേഞ്ചിന് പ്രശ്നമുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഔട്ട്കം എന്ന് പറഞ്ഞാല് വേരിയസ് ഒബ്ജക്ട്സിന്റെ മൾട്ടി വ്യൂ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാല് ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇപ്പം സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. അപ്പൊ ഓർത്തോഗ്രാഫിക് വ്യൂ പ്രൊജക്ഷൻ വരയ്ക്കാൻ ചോദിച്ചാൽ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം എളുപ്പ വഴി ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, ടോപ്പ് വ്യൂ വരയ്ക്കുക. എന്തിന്റെ?
ഒബ്ജക്ട്സ് വേരിയസ് ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പം ഒരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ ബിൽഡിംഗ് വരയ്ക്കണം, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ഒരു വലിയ റോക്കറ്റിന്റെ ഇതാണെങ്കിൽ റോക്കറ്റ് എഞ്ചിൻ വരയ്ക്കണം. അപ്പൊ ഇതെല്ലാം വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറെ ഒബ്ജക്ട്സുകൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് നമ്മൾ പഠിക്കണം. സിമ്പിൾ ആയിട്ടുള്ളത് അതാണ് നമ്മൾ ഈ CO2 ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ഒരു റോക്കറ്റ് എഞ്ചിൻ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കൊരു ഡയറക്റ്റ് ഒരു വലിയ ബിൽഡിങ്ങിലോട്ട് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബേസിക് ആയിട്ട് 3D സംഭവങ്ങൾ നമ്മൾ ഡ്രോയിങ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മൾട്ടി വ്യൂ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. ഇപ്പൊ എത്ര വ്യൂ ഉണ്ട് ഇവിടെ? 1, 2 2 വ്യൂ ഉണ്ട് അല്ലെ? 2. ഇപ്പൊ മൾട്ടി ആയല്ലോ. ഇനി സൈഡ് വ്യൂ വരും. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ. അപ്പൊ വീണ്ടും ഒരു വ്യൂവും കൂടെ സൈഡ് വ്യൂ. ഓക്കെ, ആ സൈഡ് വ്യൂവിൽ തന്നെ നമുക്ക്, അതായത് ഫോർ എക്സാമ്പിൾ ഇതൊരു ക്യൂബാണ്. ഈ ഒരു ഒബ്ജക്റ്റ് ഒരു ക്യൂബാണ്. അപ്പൊ ഈ ക്യൂബിനെ എനിക്ക് മേളിൽ നിന്ന് നോക്കിയാൽ, ടോപ്പിൽ നിന്ന് നോക്കിയാൽ ടോപ്പ് വ്യൂ ആയി, ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഫ്രണ്ട് വ്യൂ ആയി. ഇത് റൈറ്റ് സൈഡിൽ നിന്ന് നോക്കിയാൽ RSV, അതാണ് സൈഡ് വ്യൂവിൽ ഞാൻ പറഞ്ഞത് RSV. ലെഫ്റ്റിൽ നിന്ന് നോക്കിയാൽ എന്തായി? ലെഫ്റ്റ് സൈഡ് വ്യൂ. അതായത് സൈഡ് വ്യൂവിൽ തന്നെ ഒത്തിരി വ്യൂസ് ഉണ്ട്, മൾട്ടി വ്യൂ ആണ്. അതായത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ. ഇനി അടിയിൽ എന്തുകൊണ്ട്? ബോട്ടം. സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബോട്ടം വ്യൂ. ഇനി ഇതിന്റെ ബാക്ക് ഉണ്ട്, ബാക്കിന് റിയർ വ്യൂ. ഓക്കെ, പക്ഷെ ഇത്രയും വ്യൂ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഉള്ളി ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ മാത്രം മതി. അപ്പൊ ഇത് ഇത്രയും ഉണ്ട്. ഫ്രണ്ട് വ്യൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്, റൈറ്റ് സൈഡ് വ്യൂ ഉണ്ട്, ലെഫ്റ്റ് സൈഡ് വ്യൂ ഉണ്ട്, റിയർ വ്യൂ ഉണ്ട്, എക്സെട്ര. അപ്പൊ അത് വരയ്ക്കാനാണ് ഇവര് പറയുന്നത്. അതാണ് രണ്ടാമത്തേത്. അപ്പൊ ഒന്നാമത്തേതിൽ നമ്മൾ പറഞ്ഞു പോയിന്റ്സും ലൈൻസും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേതിൽ വരുമ്പോഴത്തേക്ക് ഒബ്ജക്ട്സ് ആണ്. അപ്പൊ ഏതൊക്കെ ഒബ്ജക്ട്സ് ആണെന്ന് അറിയണം. ഓക്കെ, അപ്പൊ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസം, ചിലപ്പോൾ കോളേജിൽ പഠിപ്പിച്ച് കാണും. പ്രിസം കേട്ടിട്ടുണ്ടോ? ഏതൻ മൈക്ക് ഓൺ ചെയ്തോ. പ്രിസം കേട്ടിട്ടുണ്ടോ? ഓക്കെ. പ്രിസം, ഏതൊക്കെ പ്രിസം കേട്ടിട്ടുണ്ട്? അറിയാം? ഏതൊക്കെ കോളേജിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പിരമിഡ് ഉണ്ട്. പിരമിഡ് അറിയാമല്ലോ. ഈജിപ്തിലെ പിരമിഡ് മനസ്സിൽ ഓർമ്മ വരുമല്ലോ. ഈജിപ്തിലെ പിരമിഡ് സ്ക്വയർ ഓൺ ദ ബോട്ടം സൈഡ്, ട്രയാങ്കിൾ ഓൺ ദ സൈഡ്സ്. അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്രയേ ഉള്ളൂ. അതായത് സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇതിന്റെ ബേസിലെ ഷേപ്പ് എന്താണ്? സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയും? സ്ക്വയർ പിരമിഡ്. ഒന്നുമില്ല, ഇതിന്റെ ബേസ് സ്ക്വയർ ആയിരിക്കും. ബേസ് എന്ന് പറഞ്ഞാൽ ഇത്. ഓക്കെ, ഈ ഏറ്റവും മേളിൽ ഒരു പോയിന്റ് ഉണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് അപ്പെക്സ് എന്ന് പറയും. ദിസ് ഈസ് കോൾഡ് അപ്പെക്സ്, അല്ലെങ്കിൽ ഇതിനെ വെർട്ടെക്സ് എന്ന് പറയും. ഇനി ഇതിനെ പറയുന്ന പേരാണ്, ഇതിന്റെ പേരെന്താന്ന് അറിയാമോ? എന്തെങ്കിലും അറിയാമോ? അറിയത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അറിയാമോ ഇതെന്താന്ന്? ഇല്ല സർ. വെർട്ടിസസ്, അല്ലെങ്കിൽ ഇതിനെ കോർണർ എന്ന് പറയും. കോർണർ. ഇതിനെ പറയുന്ന പേരെന്താണ്? കോർണർ. ഓക്കെ, ദെൻ ഇതിനെ പറയുന്ന പേര് ഇതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞാല് ഇതിനെ പറയുന്ന പേരാണ് എഡ്ജ്. ഇതിനെ പറയുന്ന പേരെന്താ? എഡ്ജ്. സർ കുഴപ്പമില്ലെങ്കിൽ കുറച്ചുകൂടി സ്ലോ ആയിട്ട് പോകാമോ? എന്ത് പറ്റി? കുറച്ച് സ്ലോ ആയിട്ട് പോകാമോ സർ? ഫിഗർ ഒന്ന് വരച്ചിട്ട് ചെറുതായിട്ട് നോട്ട്സ് എടുക്കുന്നുണ്ട്. എടുത്തോ. നോ പ്രോബ്ലം. എടുത്തോ, ഒരു കുഴപ്പമില്ല. നോ പ്രോബ്ലം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ എഴുതി എടുത്തായിരുന്നോ? നേരത്തെ പറഞ്ഞതൊക്കെ? സർ, ഫ്രണ്ട് വ്യൂ, അല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വ്യൂസ്, മൾട്ടി വ്യൂ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ്, അതൊക്കെ എടുത്തു. ഓക്കെ,
ഇനി ഫിഗർ മാത്രമേ ഉള്ളൂ സാർ. ക്വാഡ്രന്റ് മനസ്സിലായല്ലോ? ക്വാഡ്രന്റ്. യെസ്, ക്വാഡ്രന്റ് മനസ്സിലായി സാർ, അത് നോട്ട് ചെയ്തു. ഓക്കെ, അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇത് നോട്ട് ചെയ്തു. കഴിയുമ്പോൾ പറയണം കേട്ടോ, വരച്ച് അത് ചെയ്തിട്ട് കേട്ടോ. സർ, ഈ എ മാർക്ക് ചെയ്തതിന്റെ പേരെന്തുവായിരുന്നു? ഏതാണ് ഇതല്ലേ? ആ സർ, ബ്ലൂ ഡോട്ട്. ബ്ലൂ ഇതോ? മേളത്തേത് ഇതല്ലേ? താഴത്തെ സർ, ഇതെന്ന് പറഞ്ഞാല് കോർണർ. ഇതിന്റെ പേര് കോർണർ. ഓക്കെ. ദെൻ അടുത്തത് ഇത് മൈക്ക് ഓൺ ചെയ്തോ? കുഴപ്പമില്ല, മൈക്ക് ഓൺ ചെയ്ത് വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ദെൻ ഇതെന്താന്ന് മനസ്സിലായോ? ഇത് സൈഡ് അല്ലെങ്കിൽ എഡ്ജ് എന്ന് പറയും. എഡ്ജ്. ഓക്കെ. ഇനി അടുത്തത് ഇത് ഈ അപ്പെക്സിൽ നിന്ന് ഈ കോർണറിലോട്ട് ഒരു ലൈൻ ഉണ്ട്, കണ്ടോ? ഇതിനെ പറയുന്ന പേരാണ് സ്ലാന്റ് എഡ്ജ്, കേട്ടോ? സ്ലാന്റ് എഡ്ജ്. ഓക്കെ. അപ്പൊ ഹൗ മെനി സ്ലാന്റ് എഡ്ജസ്? എത്ര സ്ലാന്റ് എഡ്ജ് ഉണ്ടെന്ന് പറയാമോ ഇതില്? 4. യെസ്, 4 സ്ലാന്റ് എഡ്ജസ് ഉണ്ട്. കറക്റ്റ്. അതായത് ഇതൊരു സ്ലാന്റ് എഡ്ജ് ആണ്. ഇത് വേറൊരു സ്ലാന്റ് എഡ്ജ് ആണ്. ഇത് വേറൊരു സ്ലാന്റ് എഡ്ജ് ആണ്. ഓക്കെ. ഇനി അടുത്തത്, അപ്പം ഞാൻ പറഞ്ഞ എഡ്ജ് എന്താന്ന് പറഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോണം. എഡ്ജ് എന്താന്ന് പറഞ്ഞു, അപ്പെക്സ് എന്താന്ന് പറഞ്ഞു, ദെൻ അത് കഴിഞ്ഞിട്ട് സ്ലാന്റ് എഡ്ജ് എന്താന്ന് പറഞ്ഞു. ഓക്കെ. ഇനി അടുത്തത് ബേസ് എന്താന്ന് പറഞ്ഞു, ബേസ്. ഓക്കെ. ഇനി അടുത്തത് ഈ ഫേസിന്, ഇവിടെ ഒരു ഫേസ് ഉണ്ട്. ഇത് കണ്ടോ? ഇവിടെ ഒരു ട്രയാങ്കിൾ പോലെ ഒരു ഫേസ് കാണാം. ഇതിനെ പറയുന്ന പേരാണ് സ്ലാന്റ് ഫേസ്. അല്ലെങ്കിൽ ട്രയാങ്കുലർ ഫേസ്. സ്ലാന്റ് ഫേസ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ഫേസ്. സ്ലാന്റ് ഫേസ് ഓർ ട്രയാങ്കുലർ ഫേസ്. അപ്പൊ എത്ര ട്രയാങ്കുലർ ഫേസ് ഉണ്ടെന്ന് പറയാമോ ഇതിന്? 4. യെസ്, 4. കറക്റ്റ്. ഓക്കെ. ഇനി ലാസ്റ്റ് സംഭവം, ഈ അപ്പെക്സും ഈ സ്ക്വയറിന്റെ സെന്ററും കൂടെ കണക്ട് ചെയ്തൊരു ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. ഏതൊക്കെയാണ്? അപ്പെക്സും സ്ക്വയറിന്റെ സെന്ററും. ഇതിനെ പറയുന്ന പേരാണ് സെന്റർ ലൈൻ. നടുക്കൂടെ പോകുന്ന ലൈൻ അല്ലേ, സെന്റർ ലൈൻ. അല്ലെങ്കിൽ ഇതിനെ പറയും ആക്സിസ് ലൈൻ എന്ന് പറയും. ആക്സിസ്.
എപ്പോഴും ഓർക്കേണ്ട കാര്യം ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈറ്റ് ആയിരിക്കും കേട്ടോ. അതായത് ഈ സ്ക്വയർ ഞാനിപ്പോ പറയുകയാണ്, ഈ സ്ക്വയർ പിരമിഡിന്റെ ആക്സിസ് 60 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ഹൈറ്റ് എത്ര ആയിരിക്കും? 60 മില്ലിമീറ്റർ ആയിരിക്കും ഹൈറ്റ്. അപ്പം ആക്സിസ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ആയിരിക്കും. ആക്സിസ് ഈസ് ഈക്വൽ ടു ഹൈറ്റ്. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി പിരമിഡിന്റെ ടൈപ്സ്, പിരമിഡ് ടൈപ്സ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പിരമിഡ് പറഞ്ഞു, സ്ക്വയർ പിരമിഡ്. ഓക്കെ, അടുത്തത് റെക്ടാങ്കുലർ പിരമിഡ്. എന്തായിരിക്കും എന്ന് പറയാം? റെക്ടാങ്കിൾ ബേസ്. അത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒന്നുമില്ല. ബേസ് എന്തായിരിക്കും? റെക്ടാങ്കിൾ. ബേസ് റെക്ടാങ്കിൾ. ശരി, അടുത്തത് ട്രയാങ്കുലർ പിരമിഡ്. എന്തായിരിക്കും? ട്രയാങ്കുലർ ബേസ്. യെസ്, ബേസ് ട്രയാങ്കിൾ. വേറെ ഒന്നുമില്ല, ബാക്കിയെല്ലാം സെയിം ആണ്. ഞാനൊരു വരച്ച് കാണിച്ചത് ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു ട്രയാങ്കിള്. കറക്റ്റാണോ? ഇതെന്താ ഈ മേളത്തെ പോയിന്റ് എന്താ? ഇതിന്റെ പേരെന്താ? ഏപെക്സ്. യെസ്. ഓക്കെ, ഇതെന്താ? ഇത് കോർണർ. യെസ്. ഓക്കെ, ഇതെന്താ? ഇത് slant edge. Yes. Then idanda? Slant face. Yes. Allengil triangular face. Triangular face. Okay. Then what is this? Axis line. Yeah, center line, that is axis line. Allengil that is height. Height. Okay, itre ullu, simple aanu, vera onnum illa. Okay. Then okay, then another pyramid that is called pentagonal pyramid. എന്തായിരിക്കും? Pentagonal base. Base pentagon. Okay, so pentagon എന്ന് പറഞ്ഞാൽ this five-sided polygon. Okay, 5 1 2 3 4 5 5-sided polygon, that is called a pentagon. So if the base is pentagon, yes, if the base is pentagon, then that is called a pentagonal pyramid. Then ഇതിന്റെ അകത്തെ ആംഗിൾ, ഈ ആംഗിൾ നമുക്ക് വരയ്ക്കണമെങ്കിൽ ഇതിനകത്ത് ആംഗിൾ വേണം. ആംഗിൾ ഈസ് 108 ഡിഗ്രി. അകത്തെ ആംഗിൾ, അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ പ്രൊട്രാക്ടർ എടുത്ത് 108 ഡിഗ്രിയിൽ വേണം വരയ്ക്കാൻ. Yes, sir. Okay. Then അടുത്തത് fifth one, that is hexagonal pyramid. എന്തായിരിക്കും? Base hexagon. Yeah, base hexagon. Base hexagon. Hexagon means 6-sided polygon like this. Okay, 6 side ഉണ്ടാവും, 6-sided polygon. Okay, and yes, sir. ഇതിന്റെ അകത്തെ ആംഗിൾ 120 ഡിഗ്രി. 120.
120 ഡിഗ്രി. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഞാൻ പിരമിഡാ പറഞ്ഞു. ഇതുപോലെ പ്രിസം ഉണ്ട്. പ്രിസത്തിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇത് ഒരു പ്രിസമാണ്. പ്രിസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? പ്രിസത്തിന് ഇപ്പൊ ഇത് സ്ക്വയർ പ്രിസമാണ്. ഞാൻ വരച്ചേക്കുന്ന ഇത് സ്ക്വയർ പ്രിസമാണ്. ഇപ്പുറത്ത് ഞാനൊരു സ്ക്വയർ പിരമിഡ് വരയ്ക്കാം. എന്താണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം? പറയാം. സ്ക്വയർ പ്രിസമിന് ട്രയാങ്കുലർ ഫേസസ് ഇല്ല. ഏതാ? സ്ക്വയർ പ്രിസത്തിന് യെസ്, ട്രയാങ്കുലർ ഫേസസ് ഇല്ല. ഓക്കെ, ദെൻ square prism consists of only square and rectangle faces. Yeah, correct. Yeah, here only square plus rectangular face. ഇവിടെയോ പിരമിഡ് ആണെങ്കിലോ square and triangular face. സ്ക്വയർ, യാ കറക്റ്റ്. സ്ക്വയർ പ്ലസ് ട്രയാങ്കുലർ ഫേസ് ആണ് ഇവിടെ. ഇവിടെ എത്ര സ്ക്വയർ ഉണ്ട് പിരമിഡില്? One. Only one. Whereas prism? Prism 2. Yeah. അപ്പം ദാറ്റ് ഈസ് വൺ തിങ്. ഇതിനെ ഈ ഫേസിനെ നമ്മൾ പറയുന്ന പേരാണ് എൻഡ് ഫേസ്. ഈ രണ്ട് ഫേസ്, these two faces are called end faces. What is the shape of the end face here? Square ആണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്വയർ പ്രിസം. അപ്പൊ എൻ ഫേസിന്റെ ഷേപ്പ് റെക്ടാംഗിൾ ആയാൽ എന്തായി? പ്രിസം എന്തായി? Rectangular prism. റെക്ടാംഗിൾ ആയി. ഇതിന്റെ പേരെന്താന്ന് പറയാം. ഞാനിപ്പോ ഒരു പടം വരയ്ക്കാം. ഇതിന്റെ പടം ഇതെന്താന്ന് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കിയേ. What is this? Triangular prism. Okay, എന്താ അതെങ്ങനെ മനസ്സിലായി? എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത് ഇത് ട്രയാങ്കുലർ പ്രിസം ആണ്? End face is the shape of a triangle. Yeah, end face shape is triangle. Correct. End face shape is triangle, so it is called a triangular prism. Okay. Yes, sir. Yeah, triangular prism. ഇനി ഇതിന്റെ പേരെന്തായിരുന്നു? നമ്മൾ ഓർമ്മയുണ്ടോ? ഏതിന്റെ സർ? കോർണർ. ഓക്കെ, അത് സെയിം ആസ് ദാറ്റ് ഓഫ് ദിസ് ഇതാണ് പിരമിഡ്. ഓക്കെ. Yes, sir. ഓക്കെ, ദെൻ ഇതിന്റെ പേരെന്തായിരുന്നു? ഇത് slant edge. അല്ലല്ല, ഇത് edge. യെസ്, ഇതിന്റെ പേര് എഡ്ജ്. ഓക്കെ, അത് പിരമിഡിലും അത് തന്നെ. ഇതിന്റെ പേര് എന്ത് തന്നെയാണ്? എഡ്ജ് എന്ന് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിന്റെ പേരാണ് ലോങ്ങർ എഡ്ജ്. ഇതിന്റെ പേരെന്താണ്? ലോങ്ങർ എഡ്ജ്. പ്രിസത്തിന്റെ കേസിൽ ഇതിനെ പറയുന്ന പേരാണ് ലോങ്ങർ എഡ്ജ്.
പിരമിഡില് Yes, sir. ഈ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതിന്റെ പേരെന്തായിരുന്നു? ഇതിന്റെ പേരെന്തായിരുന്നു? Slant edge. സ്ലാൻഡ്. ഇത് സ്ലാൻഡ് എഡ്ജ് ആണ്. ഇത് ഇവിടെ പ്രിസത്തിന്റെ കേസിൽ ചരിഞ്ഞൊന്നുമല്ല ഇരിക്കുന്നത്. സോ ദിസ് ഇസ് ലോങ്ങർ എഡ്ജ്. ഇതിനെ നമ്മൾ ലോങ്ങർ എഡ്ജ് എന്നാണ് പറയുന്നത്. ലോങ്ങർ എഡ്ജ്. Yes, sir. അപ്പം ഇതൊരു ബേസിക് ഡിഫറൻസ് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. പ്രിസവും പിരമിഡും ക്ലിയർ ആയില്ലേ? Yes, yes. ഓക്കെ ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള പല ഒബ്ജക്റ്റുകളുടെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം, ടോപ്പ് വ്യൂ വരയ്ക്കണം. അതാണ് മോഡ്യൂൾ 2 എന്ന് പറയുന്നത്. മോഡ്യൂൾ 2. ഇനി മോഡ്യൂൾ 3 എന്ന് പറഞ്ഞാല് സെക്ഷണൽ വ്യൂ ആണ്. സെക്ഷണൽ വ്യൂ ആൻഡ് ഡെവലപ്പ് ഓഫ് ഒബ്ജക്റ്റ്. സെക്ഷണൽ വ്യൂ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതൊരു സിലിണ്ടർ ആണ്. ഇതൊരു സിലിണ്ടർ. എനിക്ക് ഈ സിലിണ്ടറിന്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ കോളേജ് സിവിൽ എഞ്ചിനീയർ അപ്പൊ ഡ്രോയിങ് വരച്ചപ്പോ അതിന്റെ അകത്തെ ഡീറ്റെയിൽസ് അറിയണം. നമ്മൾ വെറുതെ ഒരു എലിവേഷനും ടോപ്പ് വ്യൂവും വരച്ചാൽ നമുക്ക് ഇന്റീരിയർ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് അതിന്റെ അകത്തെ കാര്യങ്ങൾ അറിയണം. അകത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു പ്ലെയിൻ വെച്ച് മുറിക്കണം. ഇതിനെയാണ് കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയും. കട്ടിംഗ് പ്ലെയിൻ. ഈ കട്ടിംഗ് പ്ലെയിൻ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യും. അപ്പൊ ഇതിനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ എന്ത് ചെയ്യും? ഈ ഒരു പോർഷൻ അങ്ങ് റിമൂവ് ചെയ്യും. അപ്പൊ ആ പോർഷൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പോർഷൻ നോക്കിയാൽ നമുക്ക് അതിന്റെ ഇന്റീരിയർ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുമോ? യെസ്. അതിനെയാണ് നമ്മള് സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. സെക്ഷണൽ. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഇപ്പൊ ഈ പറയുന്നത് കേട്ടോ. ഇനി അതാണ് സെക്ഷണൽ വ്യൂ. നമ്മൾ കട്ട് ചെയ്തിട്ട് അകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് സെക്ഷണൽ വ്യൂ ചെയ്യുക, അല്ലെങ്കിൽ സെക്ഷണൽ ഡ്രോയിങ്സ് വരയ്ക്കുക എന്ന് പറയും. സെക്ഷണൽ ഡ്രോയിങ്സ് എന്ന് പറയും. ഇനി അടുത്തതാണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ചില സമയത്ത് ഇപ്പൊ ഇതൊരു സിലിണ്ടറാണ്. ചില സമയത്ത് നമുക്ക് ഇതിനെ അങ്ങ് ഓപ്പൺ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് സെക്ഷണൽ വ്യൂ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഞാൻ ഇതിനെ തുറക്കാൻ ഓപ്പൺ ചെയ്യണം. എന്തിനു വേണ്ടി? എനിക്ക് അതിന്റെ അകത്തെ കുറെ ഡീറ്റെയിൽസ് അറിയണം. അപ്പം ഇതിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ്. ഏതിന് പറയാമോ? ഈ സിലിണ്ടറിനെ തുറന്നാൽ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? പറയാമോ? ഗസ് ചെയ്തു? അറിയത്തില്ലേ? തെറ്റാണെന്നൊന്നും വിചാരിക്കണ്ട, പറഞ്ഞു. ഒരു കുഴപ്പമില്ല. അല്ല, ഇതിനെ ഞാൻ ഇവിടെ ഒരു ഇങ്ങനെ ഒരു കത്രിക വെച്ച് ഇങ്ങനെ മുറിച്ചിട്ട് ഇതിനെ അങ്ങ് തുറക്കുക, ഓപ്പൺ ചെയ്യുക. ഒരു പൈപ്പ് കയ്യിലോട്ട് എടുത്തിട്ട് പൈപ്പിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കത്രിക വെച്ച് മുറിക്കുക, സിസേഴ്സ് വെച്ച് മുറിക്കുന്നു. കറക്റ്റ്. അത് തന്നെ, റെക്ടാംഗിൾ. കറക്റ്റ്. അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Yes, sir. Yes. Sir, you are cutting it vertically upwards, right? Yeah. Vertical cutting അല്ലേ? Yes. അപ്പം ഇവിടെ അതാണ് ദാറ്റ് ഈസ് കോൾഡ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സിംപിളി ഒന്നുമില്ല. യു ആർ ഓപ്പൺ ദി ഒബ്ജക്ട്. അതിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ്. അതാണ് മോഡ്യൂൾ 3. ദെൻ അടുത്തത് മോഡ്യൂൾ 4. മോഡ്യൂൾ 4 വരുമ്പോ പിക്ചോറിയൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാല് 3D വരയ്ക്കാൻ പോകും. 3D. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ഒക്കെയാണ്. അതെന്ന് പറഞ്ഞാൽ 2D ആണ്. 2D 2 ഡയമെൻഷനേ ഉള്ളൂ നമുക്ക്. നമ്മൾ വരയ്ക്കുന്ന പേപ്പർ, നമ്മുടെ ബുക്ക്, എയ്തന്റെ ബുക്കിൽ വരയ്ക്കുന്ന പേപ്പർ, അത് എത്ര ഡയമെൻഷൻ ആണെന്ന് പറയാമോ? 2D ആണ്. അതായത് ബുക്ക് ഇപ്പൊ എന്റെ സ്ക്രീൻ കാണുന്ന പോലെ എന്റെ സ്ക്രീൻ ഇങ്ങനെ ഇരിക്കുന്നു. എന്റെ സ്ക്രീൻ തന്നെയാണ് ബുക്ക്. അപ്പൊ അതില് എക്സും ഉണ്ട്, വൈയും ഉണ്ട്. ദാറ്റ് മീൻസ് 2D. 2 ഡയമെൻഷനേ ഉള്ളൂ, 2 ഡയമെൻഷൻ. അപ്പൊ ഈ 2Dയില് നമ്മൾ എന്ത് വരയ്ക്കാൻ പോകണം? 3D വരയ്ക്കാൻ പോകും. 3D എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ലെങ്തും, ഞാനിപ്പോ ഒരു ക്യൂബ് വരയ്ക്കുകയാണ്.
അപ്പൊ ഈ ക്യൂബിന്റെ ലെങ്ത് ഉണ്ട്, ഈ ക്യൂബിന്റെ ബ്രെഡ്ത്ത് ഉണ്ട്, ക്യൂബിന്റെ ഹൈറ്റ് ഉണ്ട്. കാണുന്നുണ്ടോ ഏതൻ? യെസ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് നമ്മൾ 3D വരയ്ക്കും. 3D എന്ന് പറഞ്ഞാൽ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, 3 ഡയമെൻഷൻ. അതിനെയാണ് പിക്ചോറിയൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ ഐസോമെട്രിക്, പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യും. പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് പിക്ചോറിയൽ ഡ്രോയിങ്സ്. ഇതൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാണ്, വളരെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് CO5. CO5 എന്താ ചെയ്യുന്നത്? അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? 2D പഠിച്ചു. ഇവിടെ വന്നപ്പോ 3D ആയി. 3D. അപ്പൊ 2D യും 3D യും പഠിച്ചു. ഇനി 5 വരുമ്പോ എന്താണെന്നറിയോ? 3D യെ നമ്മൾ 2D ആക്കണം. അതായത് നിങ്ങൾക്ക് 3D തരും, 3D യെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 2D ആക്കണം. അതായത് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉള്ള ഡ്രോയിങ് തരും, അതിനെ ഏതെങ്കിലും 2 ഡയമെൻഷനുള്ള വ്യൂ ആക്കി മാറ്റണം. 3D യെ 2D ആക്കി മാറ്റും. ഓക്കെ, 3D യെ 2D ആക്കി കൺവേർട്ട് ചെയ്യും. അതാണ് convert 3D views into orthographic views, and vice versa, തിരിച്ചും. Then last one, obtain multi-view projections and solid models of objects using CAD tools. CAD എന്താണെന്ന് അറിയാമോ? CAD കേട്ടിട്ടുണ്ടോ? പ്രോഗ്രാം അല്ല, CAD എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. ഇവിടെ നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ടി എന്ത് യൂസ് ചെയ്യും? കമ്പ്യൂട്ടർ. അപ്പൊ കമ്പ്യൂട്ടർ വെച്ച് മാത്രം നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. ആ കമ്പ്യൂട്ടറിൽ എന്തുകൂടെ വേണം? നമുക്ക് ഡ്രോയിങ്ങിനുള്ള സോഫ്റ്റ്വെയർ വേണം. അപ്പൊ ഒരു ഡ്രോയിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡ്രോയിങ്സ് വരയ്ക്കുന്നതിനെയാണ് CAD എന്ന് പറയുന്നത്. CAD. ഓക്കെ, അപ്പൊ നമ്മൾ CO1 തൊട്ട് CO5 വരെ നമ്മൾ മാനുവൽ ആണോ വരച്ചത്? മാനുവൽ ആണോ CAD ആണോ? CO1 തൊട്ട് മാനുവൽ എന്ന് പറഞ്ഞാൽ യൂസിങ് അവർ പെൻസിൽ, സ്കെയിൽ, റബ്ബർ, ഇതൊക്കെ വെച്ചല്ലേ നമ്മൾ വരയ്ക്കുന്നത്, അല്ലേ? ശരിയല്ലേ? യെസ്. ഇതിനെയാണ് മാനുവൽ എന്ന് പറയുന്നത്, മാനുവൽ ഡ്രോയിങ്. 6 വരുമ്പോഴത്തേക്ക് എന്തായി? CAD. ഈ CAD എന്ന് പറയുന്ന ഉള്ളി നിങ്ങളുടെ ഇന്റേണൽ ആണ്, കോളേജിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫൈനൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് വരുന്നത് ഏതാണ്? ഈ ഒരു CO1 തൊട്ട് എവിടെ വരെയാണ്? CO5 വരെയുള്ളൂ കേട്ടോ. CO6 എന്ന് പറയുന്ന ഉള്ളി ഇന്റേണൽ ആണ്, നിങ്ങളുടെ കോളേജിലെ ഇന്റേണൽ ആണ്. ഓക്കെ, ശരി. ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടിയല്ലോ ഇപ്പൊ? ഓക്കെ, ഇങ്ങനായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ? യൂണിവേഴ്സിറ്റി കണ്ടിട്ടുണ്ടോ? അറിയാമോ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയാമോ ചോദിക്കുന്നത്? ഏകദേശം ഒരു എങ്ങനെയാന്ന് വെച്ചാല് ഇത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഡ്യൂറേഷൻ 3 hours ആയിരിക്കും, മാക്സിമം മാർക്സ് 100 ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ടോട്ടൽ ആദ്യത്തെ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. 2 questions, 20 മാർക്സ് ആണ്. 20 മാർക്സ് ഇൻടു ഒരെണ്ണം എഴുതിയാൽ മതി. 1 ഓപ്ഷൻ ആണ്, ഏതെങ്കിലും ആൻസർ എനി 1 question ഫ്രം ഈച്ച് മോഡ്യൂൾ. സോ 20. Then മോഡ്യൂൾ 2 വരുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ മോഡ്യൂൾ 2 വരുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ 2 questions from solids, 20 marks. Then module 3 same, anyone. 4 anyone. Module 5 anyone. So 20 multiplied with the 5. Total 100. Okay, so this is the exam, final exam. Pinna your
കോളേജ് ലെവൽ മാർക്ക് എത്രയാണ്? 50. സോ ടോട്ടൽ 150 മാർക്സ്. Yes, sir. ഓക്കെ. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ ഐഡിയാസ് ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ജസ്റ്റ് അതൊക്കെ അറിയാൻ വേണ്ടി കൂടെ ഇന്നൊരു ജനറൽ സെഷൻ ഞാൻ എടുക്കുന്നത് കേട്ടോ. Sir, ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ഓക്കെ ശരി. ഇനി ഞാൻ എന്താണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നതും കൂടെ ഒന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. നാളെ ഞാൻ ഓരോ ടോപ്പിക്കായിട്ട് എടുക്കും. അപ്പം ഏതെങ്കിലും ടോപ്പിക്ക് പർട്ടിക്കുലർ ടോപ്പിക്ക് ഇന്നത് എടുക്കണമെന്നുണ്ടോ? അതോ എങ്ങനെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇന്ന ടോപ്പിക്ക് എടുക്കണം? ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ. അതായത് ഇന്ന മോഡ്യൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇല്ല സർ. ഓക്കെ. സർ, പിന്നെ ഓരോ മോഡ്യൂളിന്റെയും ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് അതിലുണ്ടോ PDF ആയിട്ട്? ഉണ്ട്. ഞാനിപ്പോ അത് കാണിക്കാൻ പോവാം. ഞാൻ എടുക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാൻ പോവാം. ഓക്കെ സർ. ഡോണ്ട് വറി, ഗ്രാഫിക്സിനെ പറ്റി ഒന്നും ഡോണ്ട് വറി. ഒരു പേടിയും വേണ്ട. ഷിബു സാർ ഒന്നും പറഞ്ഞില്ലായിരുന്നു? എന്തെങ്കിലും പറഞ്ഞോ പ്രത്യേകിച്ച് വല്ലോ? ഷിബു സാർ പറഞ്ഞത് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നന്നായിട്ട് പഠിപ്പിക്കുന്ന ആളാണ്. നിനക്ക് മൊത്തത്തിൽ പുള്ളി അങ്ങ് എടുത്തു തരും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. ഞാൻ ആദ്യം വേറൊരു സാധനം കാണിക്കാം. അതായത് ഏതൻ ഈ യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യുന്നതാണോ? യൂട്യൂബ് അങ്ങനത്തെ? സർ വല്ലപ്പോഴും, അല്ലാതെ ഡിഫിക്കൽട്ട് ആയിട്ട് ടോപ്പിക്സ് വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നു. ശരി. സാറിന് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ? ഞാനത് കാണിക്കാം. അതിനാണ് ഞാൻ വെയിറ്റ്. ഇത് കാണാമോ? എന്റെ സ്ക്രീൻ കാണാൻ പറ്റുമോ? ക്ലിയർ ആയിട്ടാണ്. ഓക്കെ. അതില് ജോബിൻ കണ്ടോ? 8.26K സബ്സ്ക്രൈബേഴ്സ് കണ്ടോ? ഓക്കെ. ഇതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണുന്നുണ്ടോ സ്ക്രീനിൽ? എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. അതായത് ഇവിടെ ഞാനിവിടെ ഒന്ന് വരയ്ക്കാം. കണ്ടോ? എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് കണ്ടോ? ഓക്കെ. അതില് 123 വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 123 വീഡിയോസ് ഇതുവരെ. ഓക്കെ. അപ്പം ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ടോ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇപ്പൊ ഇതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഇപ്പം കാണുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. കണ്ടോ? വീഡിയോ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്യുവാണ്. കണ്ടോ? ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു സംശയമുണ്ട്. ഇപ്പം സെക്ഷൻസ് ആണെങ്കിൽ സെക്ഷൻസ് ഓഫ് സോളിഡ്സിന്റെ ഇവിടെ ഉണ്ട്. കണ്ടോ? ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നാൽ മതി. അല്ലെങ്കിൽ സസ്പെൻഡഡ് സോളിഡ് ആണെങ്കിൽ ഇത് 1 hour 41 minutesന്റെ വീഡിയോ ആണ്. 1 hour 41 minutes. ദെൻ ഐസോമെട്രിക് പ്രൊജക്ഷന്റെ ആണെങ്കിൽ ഓക്കെ. അങ്ങനെ ഏതാണോ നമുക്ക് വേണ്ട ടോപ്പിക്സ് അത് ഇവിടെ പ്ലേലിസ്റ്റിലുണ്ടാവും. ഇതിനകത്തിലുണ്ട്. ഐസോമെട്രിക് 1, 2, 3, 4 പ്രൊജക്ഷൻസ് ഓഫ് സെക്ഷൻസ് ഓഫ് നമ്മളിപ്പോ ഈ പറയാം സെക്ഷൻസ് ഓഫ് സോളിഡ്സ്. ഓക്കെ. സിലിണ്ടർ പ്രോബ്ലം, ഗ്രാഫിക്സ്, ഇൻട്രോ, ലൈൻസ്, എക്സെട്ര, എവറിത്തിങ്. കണ്ടോ? ഇതെല്ലാം
ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം ഇതിനകത്തിലുണ്ട്, കണ്ടോ? അപ്പൊ അത് പിന്നെ അത് എപ്പോഴെങ്കിലും അപ്പൊ എയ്തൻ ഈ ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തങ്ങ് വെച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ ആ ഒരു സബ്സ്ക്രിപ്ഷനും പിന്നെ അതേപോലെ ഒരു ബെൽ ഇതുണ്ടല്ലോ, അതും ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോ ഗ്രാഫിക്സിന്റെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഞാൻ ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യും. അപ്പൊ അത് അതിന്റെ നോട്ടിഫിക്കേഷൻ അവിടെ വരും, ഏതിലും വരും. മനസ്സിലായില്ലേ? അതായത് വൺസ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവിടെ വരും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്തിൽ കയറി നോക്കിയാൽ മതി. കംപ്ലീറ്റ് കണ്ടന്റ് ഇതിനകത്തിലുണ്ട്. അതുപോലെ ഓരോ ദിവസവും ഞാൻ ഈ കണ്ടന്റ് ഇതിനകത്തിൽ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെഗുലർ ആയിട്ട്, കേട്ടോ? ഓക്കെ ശരി. ഇനി ഞാൻ നോട്ട്സിന്റെ കാര്യം പറഞ്ഞത് അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ കാണാമോ? സ്ക്രീൻ കാണാമോ? ഓക്കെ, അപ്പൊ ഞാൻ ഇതാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഇത് ആക്ച്വലി ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബുക്കാണ് ഗ്രാഫിക്സിന്റെ. ഇതിനകത്തിലെ ഓരോ ഡ്രോയിങ്സും ഞാൻ എടുത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സോഫ്റ്റ്വെയറിൽ വരച്ച് സൊല്യൂഷൻസ് കണ്ടുപിടിച്ചതാണ് ഇതിനകത്തിലെ ഓരോ ഡ്രോയിങ്സ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്ന സാധനം ഇതാ. അപ്പം നമ്മളൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ അതിനകത്ത് ഇപ്പൊ പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസ് തന്നെ ആണെങ്കിൽ അതിലെന്താന്ന് പറയാ, അതിൽ ഒത്തിരി പല ടൈപ്പുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്റ്റുഡൻസിന് ഒരിക്കലും അറിയത്തില്ല നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഏത് ടൈപ്പാണ് എക്സാമിന് ചോദിക്കുന്നത്, ഇതൊന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ല. അപ്പം ഞാൻ ആ ടൈപ്പുകളെല്ലാം ഞാൻ പഠിപ്പിക്കും. ഇപ്പൊ ഈ കാണുന്നത് ഇതെല്ലാം എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ആണ്. എല്ലാം ഒരേപോലത്തെ പ്രോബ്ലംസ് അല്ല, എല്ലാം ഡിഫറെന്റ് ടൈപ്സിലുള്ള പ്രോബ്ലംസ് ആണ്. വേരിയസ് ടൈപ്സിലുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലംസ് എല്ലാം, പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം, ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ചെയ്തോ എന്നല്ല ഞാൻ പറയുന്നത്. എങ്ങനെയാണെന്നറിയാം, ഞാനിപ്പോ ഇത് പഠിപ്പിച്ചു കഴിയുമ്പോൾ ഇതാ ഓരോ പ്രോബ്ലത്തിന്റെയും സൊല്യൂഷൻ എന്തുകൊണ്ട് മനസ്സിലായി പറഞ്ഞു. ഇതുണ്ടോ? കണ്ടോ? അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരും, എന്നിട്ട് നമ്മളത് വരച്ചിട്ട് നമ്മളെല്ലാം ചെക്ക് ചെയ്യും. അതിന്റെ ആംഗിൾ 20 ഡിഗ്രി ആണോ കിട്ടിയത്, അല്ലെങ്കിൽ അതിന്റെ ട്രൂ ലെങ്ത് 50 ആണോ കിട്ടിയത്, എല്ലാം നമ്മൾ ട്രൂ ലെങ്ത്, അതിന്റെ ആംഗിള് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് ഓരോ പ്രോബ്ലത്തിന്റെയും നമ്മൾ ചെക്ക് ചെയ്താ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് പറ്റും, അത് ക്ലിയർ ആയിട്ട് വരച്ച് അതിന്റെ റിസൾട്ടും കറക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണല്ലോ എന്നൊരു ഫീൽ വരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആയിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനകത്തിൽ ടെൻഷൻ ഒന്നും വേണ്ട, നോട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. രണ്ടാമത്തെ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്, അതും ഇതേപോലെ തന്നെ പല വേരിയസ് ടൈപ്സ് ഉണ്ട്. ഈ ടൈപ്സ് എല്ലാം ഞാൻ ചെയ്യിക്കും. ഓക്കെ, ടൈപ്സ് എല്ലാ പ്രോബ്ലംസും ഞാൻ ചെയ്യിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പിക്ചോറിയൽ ടു ഓർത്തോഗ്രാഫി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിക്ചോറിയൽ ടു ഓർത്തോഗ്രാഫി എന്ന് പറഞ്ഞാൽ 3D to 2D, അതായത് 3D തരും, 3Dയിൽ നിന്ന് 2D ആക്കി മാറ്റും, 3Dയിൽ നിന്ന് 2D. ഓക്കെ, അതും അതിന്റെ വേരിയസ് പല തരത്തിലുള്ള ടൈപ്സ്. ഓക്കെ, അതേപോലെ തന്നെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ 3D ആണ് നമ്മൾ വരയ്ക്കുന്നത്. 3D അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 3D അതാണ് 3D ഐസോമെട്രിക്കിന്റെ വരയ്ക്കുന്നതാണ് 3D അത്. പിന്നെ വന്നിട്ട് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്, അത് ഞാൻ പറഞ്ഞല്ലോ എന്താണെന്നുള്ളത്. അത് നമുക്ക് എക്സാമിന് ആവശ്യമില്ല, പക്ഷെ നിങ്ങളുടെ എവിടെ ആവശ്യമുണ്ട്, നിങ്ങളുടെ കോളേജിലെ ഇന്റേണൽ മാറ്റർ ആണ് കേട്ടോ. കേട്ടോ? ഓക്കെ, അത് വേണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ, നോ പ്രോബ്ലം കേട്ടോ, പറഞ്ഞാൽ മതി. പിന്നെ അടുത്ത സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അതും ഇതേപോലെ തന്നെ അതിന്റെ വേരിയസ് ടൈപ്സ് ഉണ്ട്. ആ വേരിയസ് ടൈപ്സ് പഠിപ്പിക്കും. ഏതൊക്കെ പ്രോബ്ലംസ് ആണെന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് വന്നിട്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇത് ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്, ഇപ്പം അതാ ഞാൻ നേരത്തെ ചോദിച്ചത് നിങ്ങൾ 2019 ആണോന്ന്. ഇപ്പൊ ഈ ടോപ്പിക് നിങ്ങൾക്കില്ല, ഇന്റർസെക്ഷൻ ഓഫ് സർഫസ് എന്ന് പറയുന്ന ടോപ്പിക് ഇല്ല. പെർസ്പെക്റ്റീവ്, അതിന്റെ ടൈപ്സ്, പല ടൈപ്സ് ഉണ്ട്, ആ ടൈപ്സ്. ഓക്കെ, ഇതില് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ പറയും, അത് എക്സ്പ്ലെയിൻ ചെയ്യും, അതിന്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്യും.
അങ്ങനെ ഓരോ പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിന്റെ ആൻസർ. അപ്പൊ ഇതിൽ ലൈൻസ് പഠിക്കുമ്പം ചിലപ്പോൾ കോളേജിൽ കേട്ട് കാണും ലൈൻ റൊട്ടേഷൻ മെത്തേഡ്, ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ലൈൻ റൊട്ടേഷൻ മെത്തേഡ്, അതേപോലെ 2 മെത്തേഡ് ഉണ്ട്. ഈ 2 മെത്തേഡിലൂടെയാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. ലൈൻ റൊട്ടേഷൻ മെത്തേഡ് ആൻഡ് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ്, ഇങ്ങനെയുള്ള 2 മെത്തേഡിലൂടെയാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം ഞാൻ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. അതെല്ലാം അങ്ങനെ ഓരോ പ്രോബ്ലംസ്, ഡിഫറെന്റ് തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഈ ഓരോ പ്രോബ്ലംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ ലൈൻസ് കംപ്ലീറ്റ് ചെയ്യും നമ്മൾ. ലൈൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്തിലോട്ട് കയറുമെന്ന് അറിയാം? ലൈൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സ്, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പല തരത്തിലുള്ള 3D ഒബ്ജക്ട്സ് ആണ് സോളിഡ്സ് ഉണ്ട്. ഓക്കെ, ഈ ആദ്യം കാണുന്നത് എന്താന്ന് പറയാമോ? ഈ ആദ്യം ഇതെന്താന്ന് പറയാമോ? പ്രിസംസ്. ഓക്കെ, പല തരത്തിലുള്ള പ്രിസംസ് ഉണ്ട്. ദെൻ ഇതെന്താണെന്ന് പറയാമോ? പിരമിഡ്സ്. ഓക്കെ, വേരിയസ് പിരമിഡ്സിന്റെ പ്രോബ്ലം ഉണ്ട്. പിന്നെ ഇതെന്താന്ന് പറയാമോ? ഇത് വാട്ട് ഈസ് ദിസ്? ഫുട്ബോൾ കണ്ടിട്ടില്ലേ? ഫുട്ബോള്, സ്ഫിയർ. ഓക്കെ, ഇതെന്താ? സിലിണ്ടർ. ഇത് കോൺ. യെസ്, ഇത് ക്യൂബ്. യെസ്, കറക്റ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ വേരിയസ് ഒബ്ജക്ട്സ് ഉണ്ട്. അങ്ങനെ വേരിയസ് ഒബ്ജക്ട്സിന്റെ നമ്മൾ ചെയ്യും. അതിന്റെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ സൊല്യൂഷൻസ്, സൊല്യൂഷൻസ് എല്ലാം, അതിന്റെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യും. ഇതെല്ലാം വരച്ചു കഴിയുമ്പോഴത്തേക്ക് ഈതൻ അതിന്റെ കോൺഫിഡന്റ് ആവും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പിക്ചോറിയൽ ടു ഓർത്തോഗ്രാഫി എന്നുള്ള ടോപ്പിക്ക് അതിലോട്ട് കയറും. പിക്ചോറിയൽ ടു ഓർത്തോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെ ഒരു 3D തരും. ഇത് കണ്ടോ, ഇതൊരു 3D ആണ്. ഇത് 3D ആണ്. 3D എന്ന് പറയാൻ കാര്യം എന്താ? ഇതിനൊരു ലെങ്ത് ഉണ്ട്, ഇതിനൊരു ബ്രെഡ്ത്ത് ഉണ്ട്, പിന്നെ ഇതിനെന്തുണ്ട്? ഇതിനൊരു ഹൈറ്റ് ഉണ്ട്. അപ്പൊ മൂന്ന് ഡയമെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഇതിന് 3D എന്ന് പറയുന്നത്. 3D നമ്മൾ എങ്ങോട്ട് മാറ്റുകയാണ്? 2Dയിലോട്ട് മാറ്റുകയാണ്. 2D. ഇത് കണ്ടോ, ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഈ ഫ്രണ്ട് വ്യൂവിൽ എത്ര ഡയമെൻഷൻ ഉണ്ട്? ഇവിടെ ഒരു ഡയമെൻഷൻ ഉണ്ട്, ഇവിടെ ഒരു ഡയമെൻഷൻ, 2 എണ്ണേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ 2D എന്ന് പറയുന്നത്. ഇത് ടോപ്പ് വ്യൂ ആണ്, ഇത് സൈഡ് വ്യൂ ആണ്. ഇതൊക്കെ വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്താന്നുള്ളത് കേട്ടോ. ഇപ്പൊ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. ഓക്കെ, ഓക്കെ. അതായത് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3D തരും. ഇതാണ് 3D. 3D നമ്മൾ എന്താക്കി മാറ്റണം? നമ്മൾ 2D ആക്കി മാറ്റണം. ഓക്കെ, അടുത്തതും അതേപോലെ തന്നെ വീണ്ടും ഇവിടെ 3D തരും. 3D നമ്മൾ 2D ആക്കി മാറ്റണം. 3D തരും. 3D എല്ലാത്തിന്റെയും സൊല്യൂഷൻ എന്താ ഉണ്ട്? എല്ലാം ഞാൻ പഠിപ്പിക്കുന്നതിന്റെ എല്ലാം, അതാണ് എന്റെ പ്രത്യേകത. ഞാൻ പഠിപ്പിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും സൊല്യൂഷൻസ് എന്താ ഉണ്ട്? എന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ. പിന്നെ വീണ്ടും 3D, അതിനെ 2D ആക്കി മാറ്റുക. പിന്നെ നമ്മൾ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐസോമെട്രിയിലോട്ട് കയറണം. ഐസോമെട്രി എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഐസോമെട്രിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടായിരുന്നോ? ഞാൻ എന്താ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഐസോമെട്രിയിൽ നമ്മൾ 3D ആ വരയ്ക്കുന്നത്. 3D ഇതാ, ഇത് കണ്ടോ? 3D വരച്ചേക്കുന്നുണ്ടോ? 3D. യെസ്, അതായത് ഇതിനൊരു ലെങ്ത് ഉണ്ട്, ഈ ഒബ്ജക്റ്റിന് ഒരു ബ്രെഡ്ത്ത് ഉണ്ട്, ഇതിനൊരു ഹൈറ്റ് ഉണ്ട്. ഇത് എന്തോ ഒബ്ജക്റ്റ് ആണെന്ന് പറയാമോ? ഇത് കണ്ടിട്ട് എന്തോ പോലെ ഇരിക്കുന്നത്? ഇത് കണ്ടിട്ട് ഹെക്സഗോണൽ. ഹെക്സഗണൽ. അറിയില്ല സർ. ഹെക്സഗണൽ പ്രിസം കണ്ടോ? മേളിലും താഴെയും ഹെക്സഗൺ അല്ലേ? നോക്കിയേ, അല്ലേ? ഹെക്സഗൺ അല്ലേ മേളിലും താഴെ? അപ്പൊ ഹെക്സഗണൽ പ്രിസം ആണ്. പിന്നെ അതിന്റെ അകത്ത് ഒരു ആൾ ഒളിച്ചിരിക്കുന്ന കണ്ടോ? ഇതെന്താന്നറിയാമോ? ഇതിന്റെ ഷേപ്പ് എന്താ? റെക്ടാങ്കിൾ. ആക്ച്വലി സ്ക്വയർ ആണ്. സ്ക്വയർ. അപ്പൊ ഇതിനകത്തിൽ ഒരു സ്ക്വയർ ഹോൾ ആണ്. ഇത് കണ്ടോ? അപ്പൊ ഹെക്സഗണൽ പ്രിസം വിത്ത് സ്ക്വയർ ഹോൾ, അതിന്റെ 3D ആ വരച്ചേക്കുന്നത്.
ഓക്കെ, ഇത് കണ്ടിട്ട് എന്താ ഈ 3D കണ്ടിട്ട് എന്താന്ന് പറഞ്ഞു? ഇത് ഈ 3D, ഇത് വേറൊരു 3D ആണ്. Rectangular prism on a half sphere. ഹെമിസ്ഫിയർ, കറക്റ്റ്. ഹാഫ് സ്ഫിയർ, ദാറ്റ് മീൻസ് Hemisphere. ഹെമിസ്ഫിയർ. അതിന്റെ മുകളിൽ ആരിയ്ക്കുന്നു? ഒരു സ്ക്വയർ പിരമിഡ് അല്ലെ? Square pyramid. ഓക്കെ, അതിന്റെ 3D വരച്ചേക്കാണ്, കണ്ടോ? Yes, sir. ഓക്കെ, പിന്നെ ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നു? Dome. മേളിൽ എത്ര സൈഡ് ഉണ്ടെന്ന് നോക്കിയോ? 1, 2, 3, Hexagon. 4, 5, 6. ദാറ്റ് മീൻസ് ഹെക്സഗണൽ പ്രിസം അല്ലെ? Hexagonal prism. ഓക്കെ, മേളിൽ ആരായിരിക്കുന്നത്? ടോപ്പില്? Hemisphere. ഹെമിസ്ഫിയർ. അപ്പം എ ഹെമിസ്ഫിയർ ഓൺ ദ ടോപ്പ് ഓഫ് എ ഹെക്സഗണൽ പ്രിസം. ഓക്കെ, ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താന്നുള്ളത്? Part of a cone. ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറയും. ഫ്രസ്റ്റം കോൺ. ഓക്കെ, ദെൻ അടുത്തത് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതും ഫ്രസ്റ്റമാണ്. ഫ്രസ്റ്റം ഓഫ് കോൺ അല്ല, ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡ് ആണ്. അടിയിലത്തെ ഷേപ്പ് എന്താ നോക്കിയേ? എന്താ ഷേപ്പ് അടിയില്? സ്ക്വയർ. അതിന്റെ മുകളിൽ ആരാ ഇരിക്കുന്നത്? സ്ഫിയർ, കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇതെന്താണ്? ഇത് കണ്ടിട്ട് എന്താ? സ്ഫിയർ ആണ് അല്ലെ? അതിന്റെ മുകളിൽ വേറൊരു സ്ഫിയർ, അതായത് എ സ്ഫിയർ ഓവർ അനദർ സ്ഫിയർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ തന്നിട്ട് അതിന്റെ 3D വരയ്ക്കാൻ പറയും. കണ്ടോ, ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ വന്നിട്ട് 3D വരയ്ക്കാൻ പറയും. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് സിലിണ്ടർ, സ്ഫിയർ ഓവർ സിലിണ്ടർ. സ്ഫിയർ ഓവർ സിലിണ്ടർ, കറക്റ്റ്. സ്ഫിയർ ഓവർ cylinder. Then this one, sphere over square. Yeah, square block. Square block. Yeah, this is a square block. അപ്പൊ ഐസോമെട്രിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പിടികിട്ടിയോ? Yes sir. ഐസോമെട്രിയിൽ എന്താ നമ്മൾ ഐസോമെട്രിയിൽ നമ്മൾ എന്താ വരയ്ക്കേണ്ടത്? 3D വ്യൂ വരയ്ക്കണം. ഇങ്ങനത്തെ 3D വ്യൂ വരയ്ക്കണം. ഓക്കെ, ഇങ്ങനത്തെ ഡിഫറെന്റ് ഒബ്ജക്ട്സുകൾ വരും. പിന്നെ വന്നിട്ട് നമ്മൾ ഇത് പണ്ട് +2 പഠിച്ചിട്ടുണ്ടാവും. സെക്ഷൻ, കോണിക് സെക്ഷൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കോണിക് സെക്ഷൻസ്. നമ്മളൊരു കോണിനെ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യും. അത് തന്നെ ഇവിടെ ചെയ്യുന്ന സെക്ഷനിൽ നമ്മൾ ഇങ്ങനെ മുറിക്കും. ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു പോർഷൻ, ഇതിനെയാണ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ സെക്ഷൻ ചെയ്യുമ്പോൾ ഇതിന്റെ അകത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് സെക്ഷൻ. അപ്പൊ അതിന്റെയും ഡ്രോയിങ്സ് എല്ലാം ഞാൻ ചെയ്യിക്കും. ഓരോ ഡ്രോയിങ്സും കണ്ടോ, ഇങ്ങനെയുള്ള ഓരോ ഡ്രോയിങ്സ് ഉണ്ട്. ഈ ഓരോ ഡ്രോയിങ്സും നമ്മൾ ചെയ്യും. ഓരോ ഡ്രോയിങ്സും ചെയ്ത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് നമ്മൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിലോട്ട് കയറും. അതും വേറൊരു 3D ആണ്. ഐസോമെട്രി പോലെ വേറൊരു 3D ആണ്. 3D വരയ്ക്കുന്നു, ഓരോ ഒബ്ജക്ട്സിന്റെ 3D. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. കയറി നോക്കിയാൽ മതി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, കേട്ടോ. അപ്പൊ നാളെ നമുക്ക് ഏത് ടോപ്പിക്, ഇന്ന ടോപ്പിക് ഒന്നും ഇല്ലല്ലോ. ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതായത് പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സ് അല്ലെങ്കിൽ ലൈൻസിൽ നിന്ന് തുടങ്ങാം അല്ലെ? ഓക്കെ,
പിന്നെ എഴുതാൻ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ അവരോട് പറയുക ഇങ്ങനെ ഒരു ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? സർ 2 ബാച്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 70+ സ്ട്രെങ്ത് ഉണ്ട് ഒരു ക്ലാസ്സിലോ? 35 അങ്ങനെ അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, ടോട്ടൽ 70 സ്റ്റുഡൻസ് ഉണ്ടല്ലേ? യെസ് സർ. ഓക്കെ, അപ്പം എയ്തൻ ഏത് ഡിപ്പാർട്ട്മെന്റ്? ഇലക്ട്രിക്കലോ? ഇലക്ട്രിക്കൽ. ഓക്കെ, ഇലക്ട്രിക്കൽ. നമുക്ക് ഈ ഒറ്റ ഡിപ്പാർട്ട്മെന്റിൽ 2 ബാച്ച് ഉണ്ട്. 2 ബാച്ച് ആണ്. 70+. ഓക്കെ, 2 ബാച്ച് ഉണ്ട്. E&F ബാച്ച്. ഓക്കെ ഓക്കെ, അതാണ് 70 എന്ന് പറഞ്ഞത്. വേറെ ബാച്ച് ഏതൊക്കെയാ ഗ്രാഫിക്സിനുള്ള? വേറെ സർ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഈ സർക്യൂട്ട് ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ അല്ലേ അവിടെ, അല്ലേ? യെസ് സർ. കമ്പ്യൂട്ടർ സയൻസ്, EC അങ്ങനത്തെ ബ്രാഞ്ചസേ ഉള്ളൂ അല്ലേ? സിവിൽ ഒന്നും ഇല്ലല്ലോ? ഇല്ല സർ. EI ഒക്കെ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്. ശരി. ഓക്കെ, എനിവേ ഇങ്ങനൊരു ക്ലാസ് നടക്കുന്നുണ്ടെന്ന് അറിയിച്ചത് കേട്ടോ. യെസ്, തീർച്ചയായിട്ടും അറിയിക്കാം സാർ. ചിലവരെ മെസ്സേജ് അയച്ചായിരുന്നു, ജോയിൻ ചെയ്യുന്നുണ്ട് ട്യൂഷൻ ഒക്കെ, ഞാൻ നോക്കുന്നുണ്ട് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇതുവരെ റിപ്ലൈ അയച്ചില്ല. ഓക്കെ, ഞാനിപ്പോ ഇന്നത്തെ ക്ലാസ്സിന്റെ ഈ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ ഇന്ന് എടുത്ത ക്ലാസ്സിന്റെ വീഡിയോ അയക്കാം. അപ്പൊ അവർക്ക് കണ്ടു നോക്കാൻ പറ. അവർക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് സ്റ്റോപ്പ് ചെയ്താലോ? യെസ് സർ, താങ്ക് യു സർ. ഓക്കെ, ശരി. അപ്പൊ ഓക്കെ, താങ്ക് യു സർ. പിന്നെ അടുത്ത ക്ലാസ്സിന്റെ ടൈമിങ്സ് ഒക്കെ? ടൈമിങ്സ് ഞാനൊന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് ഞാൻ പറയാം. ഇപ്പം രാവിലെ ആണെങ്കിൽ കുഴപ്പമുണ്ടോ? രാവിലെ ആണെങ്കിൽ സർ, രാവിലെ എനിക്ക് ഏർലി മോർണിംഗ് എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട് സർ. ഇതിന് ലൈസൻസ് എടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, എത്ര മണിക്കാ? സർ, അതൊരു 7 ആകുമ്പോ. അപ്പൊ ഞാൻ 6 മണിക്ക് തന്നെ എണ്ണിക്കും. ഒരു 7 to 8 ആകുമ്പോ 1 hour ഡ്രൈവിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് സർ 8:30ക്ക് എനിക്ക് ക്ലാസ് തുടങ്ങും. അപ്പൊ മോർണിംഗ് പറ്റില്ല. 8:30ക്ക് കോളേജ് ക്ലാസ് തുടങ്ങും എനിക്ക്. സർ, ഈ ടൈം ഞാൻ ഫ്രീ ആണ് സർ. വൈകിട്ട് ഞാൻ ഫ്രീ ആണ്. After 3:30, after 4 and all I'm free. Okay, after 4 അല്ലേ? Yes sir. Okay, എല്ലാ ദിവസവും അല്ലേ? എല്ലാ ദിവസവും? Yes sir, even including weekends. എല്ലാ ദിവസവും. Okay. അപ്പൊ അതിനനുസരിച്ച് ഞാൻ I will plan കേട്ടോ. Okay sir, thank you sir. Okay, then thank you. Okay. Thank you sir.